നികുതിയുടെ സമയം വീണ്ടും എത്തിയിരിക്കുന്നു അല്ലേ? ഇത് ചിലപ്പോഴൊക്കെ ഒരു ചെറിയ ടെൻഷൻ തരുന്ന കാര്യമാണെങ്കിലും വിഷമിക്കേണ്ട, നിങ്ങൾ മാത്രമല്ല. പക്ഷേ ഇത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഒരു വഴിയുണ്ടെങ്കിലോ? അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഇൻകം ടാക്സ് ഫോമിനെ കുറിച്ചാണ്. ഒരു പക്ഷേ ഇത് നിങ്ങൾക്കും എളുപ്പമുള്ള വഴിയായിരിക്കും. അതെ. നമ്മൾ ഇൻകം ടാക്സ് സൈറ്റിലൊക്കെ കയറുമ്പോൾ ഈ ITR 1, ITR 2, 3, 4 എന്നൊക്കെ ഒരുപാട് ഫോമുകൾ കാണാറുണ്ടല്ലോ. അതൊരു കൺഫ്യൂഷനാണ്. ശരിയാണ്. ഇതിലൊരു എളുപ്പവഴിയുണ്ട്. അതാണ് ITR 1. അതിന്റെ പേര് തന്നെ സഹജ് എന്നാണ്. അതെ, സഹജ്. ഹിന്ദിയിൽ എളുപ്പം അല്ലെങ്കിൽ ലളിതം എന്നാണല്ലോ അർത്ഥം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ ഫോം അങ്ങനെ ഡിസൈൻ ചെയ്തതും അതുകൊണ്ടാണ്, കാര്യങ്ങൾ സിമ്പിളാക്കാൻ. ഓക്കെ. പക്ഷേ ഈ ലാളിത്യം എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും ചേരുന്നതാണോ എന്നറിയാൻ ചില കടമ്പകളുണ്ട്. അതൊന്ന് നോക്കണം. ആ കടമ്പകളിലേക്ക് കടക്കാം. ആദ്യത്തെ കടമ്പ, നമുക്കതിനെ ഗേറ്റ് നമ്പർ 1 എന്ന് വിളിക്കാം അല്ലേ? വിളിക്കാം. ഇതിൽ പ്രധാനമായിട്ട് 2 കണ്ടീഷൻസ് ഉണ്ട്, ശരിയല്ലേ? അതെ, 2 എണ്ണം. ഒന്നാമതായിട്ട് നിങ്ങളുടെ എല്ലാ വരുമാനവും കൂടി, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം 50 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. 50 ലക്ഷം. ഓക്കെ, അതിൽ താഴെയായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ടാക്സ് നിയമം അനുസരിച്ച് ഇന്ത്യയിൽ താമസിക്കുന്ന ആളായിരിക്കണം. അതായത് ഒരു റെസിഡന്റ് ഇൻഡിവിജ്വൽ. നോൺ റെസിഡന്റ് ഇന്ത്യൻ, അതായത് NRI ആകാൻ പാടില്ല. അതെ, NRIകൾക്ക് വേറെ ഫോമുകളും നിയമങ്ങളുമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഓക്കെയാണെങ്കിൽ ആദ്യത്തെ ഗേറ്റ് കടന്നു. ശരി. അപ്പോൾ 50 ലക്ഷത്തിൽ താഴെ വരുമാനം, ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തി. ഇനി അടുത്തത് ഗേറ്റ് നമ്പർ 2, വരുമാനത്തിന്റെ ഉറവിടങ്ങൾ. അതാണല്ലോ പ്രധാനം. അതെ, ഇവിടെയാണ് സഹജ് അതിന്റെ പേരൻവർത്ഥമാക്കുന്നത്. കാര്യങ്ങൾ ലളിതമാക്കാൻ വേണ്ടി ഏതൊക്കെ വരുമാനം ഇതിൽ കാണിക്കണമെന്നതിന് ചില ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ആ ഗ്രീൻ ലൈറ്റ്സ്? പ്രധാനമായിട്ടും ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ വരുമാനം. അത് സാധാരണ എല്ലാവർക്കും ഉള്ളതാണല്ലോ. പിന്നെ ഒരു വീട്, ശ്രദ്ധിക്കണം, ഒരൊറ്റ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതെന്നുള്ള വരുമാനം. ഒരെണ്ണം മാത്രം, ഒന്നിൽ കൂടുതൽ പാടില്ല. കാരണം അതിന്റെ കണക്കുകൂട്ടലുകൾ കുറച്ചുകൂടി വരും. അത് സഹജിൽ പറ്റില്ല. പിന്നെ മറ്റു സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം. മറ്റു സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ സാധാരണ എന്തൊക്കെയാണ് വരിക? സാധാരണയായിട്ട് നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പലിശ, ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്നുള്ള പലിശ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലോട്ടറി പോലുള്ള വരുമാനങ്ങൾ ഇതിൽ വരില്ല കേട്ടോ. ഓക്കെ. അതുപോലെ കാർഷിക വരുമാനം ഉണ്ടെങ്കിൽ അത് 5000 രൂപ വരെ ആണെങ്കിൽ സഹജിൽ കാണിക്കാം. 5000 രൂപ വരെ. അതിൽ കൂടുതൽ പറ്റില്ല. ഇല്ല. പിന്നെ ചെറിയൊരു ഇളവ് മൂലധന നേട്ടത്തിന്റെ കാര്യത്തിലുണ്ട്. അതെന്താണ്? ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അത് പ്രധാനമാണല്ലോ. അതെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്, അതായത് 1 വർഷത്തിൽ കൂടുതൽ കൈവശം വെച്ച ആസ്തികൾ വിൽക്കുമ്പോഴുള്ള ലാഭം, അത് ഏകദേശം 1.25 ലക്ഷം രൂപ വരെയാണെങ്കിൽ സഹജ് ഉപയോഗിക്കാം. 1.25 ലക്ഷം വരെ ലോങ് ടേം മാത്രം. അതെ, അതിൽ കൂടുതലോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസോ ഉണ്ടെങ്കിൽ സഹജു പറ്റില്ല, മറ്റു ഫോമുകളിലേക്ക് പോകേണ്ടി വരും. ശരി. അപ്പോ ഏതൊക്കെ വരുമാനം ഉൾപ്പെടുത്താമെന്ന് നമ്മൾ കണ്ടു. ഇനി ഒരുപക്ഷേ അതിലും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ ഉൾപ്പെടുത്താൻ പാടില്ല എന്നതാണല്ലേ? അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നത്. അതാണ് റെഡ് ഫ്ലാഗുകൾ. കൃത്യമായി. ചില കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ സഹജിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് സൈൻ പോലെയാണ്. എന്തൊക്കെയാണവ? ഒന്നാമതായി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ വീടുകളിൽ നിന്ന് വാടക വരുമാനമുണ്ടെങ്കിൽ പറ്റില്ല. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ, ഡോക്ടർ, വക്കീൽ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അങ്ങനെയൊക്കെ, അതിന്റെ വരുമാനം സഹജിൽ കാണിക്കാൻ പറ്റില്ല. കാരണം അതിന് വേറെ കണക്കുകൾ കാണിക്കണം അല്ലേ? P&L അക്കൗണ്ടും മറ്റും. അതെ, അതിന് ITR 3ഓ 4ഓ ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ ഡയറക്ടറായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ. ഓഹോ, ഡയറക്ടർഷിപ്പ് ഉണ്ടെങ്കിലും പറ്റില്ല. അതുപോലെ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളുടെ ഷെയറുകൾ, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാത്ത കമ്പനികളുടെ ഷെയറുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഒരു തടസ്സമാണ്. അതെ. പിന്നെ വളരെ പ്രധാനപ്പെട്ടതൊന്ന്, നിങ്ങൾക്ക് ഇന്ത്യയ്ക്ക് പുറത്ത് എന്തെങ്കിലും ആസ്തിയോ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും വരുമാനമോ ഉണ്ടെങ്കിൽ, ഫോറിൻ അസറ്റ്സ് അല്ലെങ്കിൽ ഫോറിൻ ഇൻകം, ഗ്ലോബൽ ഇൻകം റിപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സഹജല്ല. അതെയല്ലേ, അവർക്ക് ITR 2 അല്ലെങ്കിൽ ITR 3 ഒക്കെ വേണ്ടിവരും. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോട്ടറി, ചൂതാട്ടം, കുതിരപ്പന്തയം, ഇതിൽ നിന്നൊക്കെയുള്ള വരുമാനം സഹജില് കാണിക്കാൻ പറ്റില്ല. അതായത് കാഷ്വൽ ഇൻകം പറ്റില്ല.
പറ്റില്ല. അവസാനമായി ഈ ESOPs, അതായത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ്, കിട്ടിയിട്ട് അതിന്റെ ടാക്സ് അടക്കുന്നത് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് ഡിഫേർഡ് ഓൺ ESOPs അങ്ങനെയുള്ളവർക്കും സഹജ് ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഒന്നുപോലും നിങ്ങൾക്ക് ബാധകമല്ലെങ്കിൽ മാത്രമേ സഹജ് ഓപ്ഷൻ ഉള്ളൂ. അതെ, ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഫോം നോക്കണം. അപ്പോ നമുക്കിതൊന്ന് ചുരുക്കി പറഞ്ഞാലോ? ഒരു ചെക്ക് ലിസ്റ്റ് പോലെ. നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്ന ആളാണോ? നിങ്ങളുടെ മൊത്തം വരുമാനം എല്ലാത്തിൽ നിന്നും കൂടി 50 ലക്ഷത്തിൽ താഴെയാണോ? ശരി. വരുമാനം വരുന്നത് ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ, പിന്നെ ഒരു വീടിന്റെ വാടക, പിന്നെ സേവിങ്സ്, പലിശ പോലുള്ള മറ്റ് സ്രോതസ്സുകൾ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ബിസിനസ് വരുമാനമോ പ്രൊഫഷണൽ വരുമാനമോ ഇല്ലല്ലോ. ഒന്നിൽ കൂടുതൽ വീടുകളിൽ നിന്ന് വാടകയില്ലല്ലോ. വിദേശത്ത് ആസ്തിയോ വരുമാനമോ ഇല്ലല്ലോ. കമ്പനി ഡയറക്ടർ അല്ലല്ലോ. ഈ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം അതെ എന്നാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ, എങ്കിൽ സഹജ് നിങ്ങൾക്കുള്ളതാണ്. ഏറ്റവും എളുപ്പമുള്ള വഴി. അതെ, നിങ്ങൾക്ക് സഹജ് തിരഞ്ഞെടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഡേറ്റ്. ഡെഡ്ലൈൻ, അത് മറക്കരുത്. 2025-26 അസസ്മെന്റ് വർഷത്തേക്കുള്ളത്, അതായത് 2024-25 സാമ്പത്തിക വർഷത്തെ വരുമാനത്തിനുള്ള റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസാന തീയതി സാധാരണഗതിയിൽ 2025 ജൂലൈ 31 ജൂലൈ 31. അതെ, പിഴയും പലിശയുമൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഈ തീയതിക്ക് മുൻപ് ഫയൽ ചെയ്യണം. അവസാന നിമിഷത്തേക്ക് വയ്ക്കരുത്. ശരിയാണ്. അപ്പോ സഹജ് എന്ന ആ ഒരു വഴിയിലൂടെ നമ്മൾ ഏകദേശം ഒന്ന് പോയി നോക്കി. ഇത് നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ഈ സംസാരം സഹായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം. സഹജ് ഫോമിന്റെ ഈ ലാളിത്യം, അതിന്റെ പരിധികളുണ്ടല്ലോ, അത് മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള സാമ്പത്തിക തീരുമാനങ്ങളെ എങ്ങനെ സ്വാധീനിക്കും. അതായത്, ഇപ്പം നിങ്ങൾ സഹജ് ഉപയോഗിക്കുന്നു, പക്ഷെ അടുത്ത വർഷം ഒരു രണ്ടാമത്തെ വീട് വാങ്ങാൻ പ്ലാനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു ചെറിയ സൈഡ് ബിസിനസ് തുടങ്ങിയാലോ? അപ്പൊ പിന്നെ സഹജ് പറ്റില്ല. അപ്പോ ആ ഒരു മാറ്റം മുൻകൂട്ടി കാണുന്നോ നല്ലതല്ലേ? അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലക്സായി ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയാൽ എങ്ങനെ ടാക്സ് ഫയലിംഗ് മാറും? ഈ ലാളിത്യവും ഭാവിയിലെ നിങ്ങളുടെ പ്ലാനുകളും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യുമെന്നത് ഒരു നല്ല ചിന്തയാണല്ലേ? തീർച്ചയായും. ദീർഘകാല കാഴ്ചപ്പാടോടെ കാര്യങ്ങളെ കാണാൻ അത് സഹായിക്കും.